അങ്ങനായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. അങ്ങനെ അവർ വന്ന് ആ കാറിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. അതിൽ അവളില്ലായിരുന്നു, അവളെ ബോഡി ഗാർഡ് അയച്ചായിരുന്നു. ആ ബോഡി ഗാർഡിൽ കുറച്ച് ഗേൾസ് വന്ന് ഒരുമാതിരി ഗേൾസിനെ വെച്ചിട്ട് ഇങ്ങനായിട്ട് സ്ലോ കാട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ. അതിൽ കുറച്ച് ബോയ്സ് അല്ല ജ്വല്ല് പാട്ടി, അതെ ഗേൾസിനെ കണ്ട ഒരുമാതിരി ആഹാ ഇപ്പം ഫിഗർ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവിടെ ഷോർട്ട് ഡാൻസ് കളിച്ചായിരുന്നു. അതിലൊരു ഗേൾസ് പറഞ്ഞ അത് കുറച്ച് ഗേൾസാണ്, അത് കുറച്ച് ഗേൾസ് ഡാൻസ് കളിച്ചായിരുന്നു. അത് ഗേൾസ് അല്ലായിരുന്നു, അത് ബോയ് ആയിരുന്നു. അവർ മനസ്സിൽ ഗേൾ എന്ന് വെച്ച് അത് ആ ബോയ്സ് വേണമെന്ന് ഡാൻസ് കളിച്ച് ഇപ്പം നോക്ക് എൻ്റെ ഗേൾ ലുക്കിൽ ഹലോ ബോയ് ട്വിങ് ട്വിങ് എന്ന് കേട്ടു. അയ്യോ ഫ്ലാറ്റായി, അയ്യോ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് അവർ ജല്ലുവിട്ട് ഗേൾ എന്ന് സെറ്റ് അടിക്കായിരുന്നു. അതിലൊരു ബോയ്, അതെ ഒരു കപ്പിൾസ് ഡാൻസ് അതിലവർ നോക്കിയുണ്ടായിരുന്നു. വാ ക്യൂട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ അത് PTS മെമ്പർ ഇറങ്ങി വന്നായിരുന്നു. അവർക്ക് കാറ് പഞ്ചറാക്കി വെച്ചായിരുന്നു. അവർ അയ്യോ കാർ പഞ്ചറല്ല ഗേൾ ബായ് എന്ന് പറഞ്ഞ് പോയി. അയ്യോ കാർ പഞ്ചറായല്ലോ ഇപ്പം എന്താ ചെയ്യുക, അങ്ങനെ ടാക്സി അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്തു. അവർക്ക് റോഡ് കുറച്ച് ലേറ്റായി. ഹീറോയിൻ വണ്ടി എടുത്തു. അതെ ഹീറോയിൻ വണ്ടി വന്നു. PTS മെമ്പർ ഇറങ്ങി വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അവർ മാസ്ക് ഇട്ട് ഇപ്പം എങ്ങനെയായിട്ട് ഇവിടെ വീട്ടിലൊക്കെ പ്രേടിപ്പിക്കാമെന്ന് അവർ ആഴ്ചയാക്കുമായിരുന്നു. ആഴ്ചയാക്കാൻ അവർക്ക് പ്രേടിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ എന്നറിയില്ലായിരുന്നു. അപ്പോൾ ഒരേ ഒരു വേറെ വഴിയില്ല, എന്ത് ചെയ്യാം. അങ്ങനായിട്ട് ശരി, അങ്ങനായിട്ട് എന്താ ചെയ്ത് കുറച്ചാറ് അതെ അതിൽ എന്താ ചെയ്ത് ഇങ്ങനായിട്ട് അവരെ പിടിച്ച് അങ്ങനായിട്ട് അവർ നടത്താണ്ട് വരുന്നു. അങ്ങനായിട്ട് എല്ലാവരും പിടിച്ചു, എല്ലാവരും ഓരോന്ന് കയ്യിൽ പിടിച്ച് അവർ പോയിക്കൊണ്ടാക്കാൻ തുടങ്ങിയതിന് അവർ കുറച്ച് ആൾക്കാർ പ്രേരിപ്പിച്ചായിരുന്നു. മാസ്ക് അങ്ങനെ പിടിച്ചു, ഒരാളെ മാസ്ക് ഉറപ്പിച്ചു, എല്ലാം ഓരോന്ന് പിടിച്ച് കുറേ ആളുണ്ടായിരുന്നു. അതിൽ പ്രേരിപ്പിച്ച് അവരെ ബോധം കൃത്യ അവരെ വണ്ടിയിലെടുത്ത് കൊണ്ടുപോയി. കുറേ നേരം കഴിഞ്ഞിട്ട് അതിൽ ഫോണാക്കിയിട്ട് വെച്ചു മാം ഇത് ട്രാഫിക് ജാമായി മാം. അങ്ങനെയിട്ട് അവർ വന്ന് നോക്കുമ്പോൾ അവിടെ ബോയ്സ് ഒന്നുമില്ല. മിസ്സായി. പിന്നെ ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതെ ഈ ഫോട്ടോയിൽ കാണുന്ന മാലൻ ഈ വീട്ടിലൊക്കെ അവരെ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ ബെഡിലിട്ടായിരുന്നു ഹീറോയിൻ. അതെ ബോഡി ഗാർഡ് പറഞ്ഞേക്ക് മാം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. 4 പേര് എപ്പം ഇവർ കണ്ണ് തുറക്കുമെന്ന് 4 പേര് നോക്കുമായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് 4 പേര് ഹാക്കർ പറയാൻ തുടങ്ങി. എന്താടാ ഇവന് നിൽക്കില്ലടാ, എനിക്ക് ഹാക്കിങ് ചെയ്യണോ, എനിക്ക് ബോറടിക്കുക, ആരാ പിടിക്കാനടാ എന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നു ശരിടാ നീ പോയിക്കോ. അവൻ ആക്ട് ചെയ്യാൻ പോയി. ആക്ട് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പ്രിയ വന്നു. എന്താടാ അവർ എണിച്ചോ? ഇല്ല മാം എണിച്ചില്ല. അങ്ങനെയായിട്ട് അതിലൊരാൾ പറഞ്ഞു തന്നു. അതിൽ മുറിക്കായിരുന്നു ഹീറോയി. സോറി എണിച്ചോടാ എണിച്ചിടാ. ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കണ്ടുപിടിച്ചു. ഇവളാണ് കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവളെ ഫുൾ ഡീറ്റെയിൽസ് ശരി, ഇവൾ എന്തെല്ലാം ചെയ്ത് തെറ്റുകാര്യം എന്തെല്ലാം ചെയ്ത് ഇവളെ ഫുൾ ആക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ മതി ചെയ്യണം. ശരി ഓക്കെ അതിനായിട്ട് ഫുൾ അവളെ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഇങ്ങനെ റിലീസ് ചെയ്ത് അത് ഫുള്ള് ഇങ്ങനെ മീഡിയയിൽ വല്ല പോകാൻ തുടങ്ങി. അവൾ എന്തെല്ലാം തെറ്റ് ചെയ്തത് അവൾ ഇങ്ങനെ കുറേ ഡ്രഗ് അത് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അവളെ പേര് നാറി അവൾക്ക് ടെൻഷനായി. ആരിങ്ങനെ ഡ്രഗ് വിസയെല്ലാം റിലീസായിരുന്നു. ഫസ്റ്റ് അവൾ ഡ്രഗ് വിസയെല്ലാം റിലീസായി. അവൾക്ക് ടെൻഷനായിരുന്നു. ആരെന്നെ അയച്ചതെന്ന് അവൾക്ക് ടെൻഷനായിരുന്നു ഹീറോയിൻ. അങ്ങനെ PTS മെമ്പർ ഓരോന്നാൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ എവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് അവർ കൺഫ്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ 4 വയസ്സ് വന്നിരുന്നു പറയാൻ തുടങ്ങി. കണ്ണു തുറന്നു. നിങ്ങളാരാ നിങ്ങൾ ഹെറ്ററാണോ? അല്ലല്ലപ്പാ നിങ്ങൾ ടെൻഷനോ എന്താ, നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചതാണ്. ഇല്ല നിങ്ങൾക്ക് ഒരു നെൽമയാവും. എന്ത് നെൽമാണ്? ഇവളെ അറിയുമെന്ന്. നിങ്ങൾക്ക് ഞാനൊരു പറയാൻ പോകുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങളെ ഞങ്ങൾ വിട്ടോളാം. നിങ്ങൾ ഒരു ആപത്ത് പ്രശ്നമുണ്ട്, നിങ്ങൾ കൊറിയൊക്കെ പോകുന്നിടത്തോളം നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കളാം. ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് ഒരു പറയാനുണ്ട്. അതിൽ നമ്പർ 1 ബോയ് പറയാൻ തുടങ്ങി. അങ്ങനെ നമ്പർ 2 അത് ഓൺ ചെയ്തു. ഇവളാണ് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഞങ്ങളെ മാം വന്ന് നിങ്ങളെ രക്ഷിച്ചു. അതുമാത്രമല്ല അവൾ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത് മാം നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തു. അതുമാത്രമല്ല ഇവൾ നിങ്ങളെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് 7 ഗേൾസ്, ഈ ഗേൾസിൽ വെച്ച് നിങ്ങളെ ബേബി അവർ വേത്തിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതുമാത്രമല്ല ആ ബേബീസ് അവളെ പറ്റിയും ഇത്ര ബേബിനെ പറ്റി നിങ്ങളെ മാരേജ് കഴിക്കാൻ വേണ്ടി അവളെ പ്ലാനാണ്. ഇതാണ് പറഞ്ഞത്. ഇതിട്ട് PTS ഷോക്കായിരുന്നു. നിങ്ങൾക്ക് നമ്പിക്കയില്ലേ? അങ്ങനെ എങ്ങനെ നമ്പാൻ പറ്റൂ? അങ്ങനെ PTS മെമ്പറോട് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ, ഇതവ പറഞ്ഞ സെൻസിറ്റീവ് വീഡിയോ. ആരാ പറയുന്നത്? ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി ഓക്കെ, നഞ്ചുൻ ട്രാൻസ്ഫർ ആയിട്ട് പറയാൻ പറ്റും. നഞ്ചുൻ നിങ്ങൾ പഠിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് ഞാൻ ലാംഗ്വേജ് പഠിപ്പിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാവും എന്ന് നഞ്ചുനോട് പറഞ്ഞു.
നഞ്ജുന് ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ലാംഗ്വേജ് പറഞ്ഞു കൊടുത്തു. നഞ്ജുനക്ക് വേഗം മനസ്സിലായി. നഞ്ജുൻ വീഡിയോ നോക്കും നഞ്ജുനക്ക് മനസ്സിലായി. നഞ്ജുനക്ക് പറയുന്ന കുറച്ച് നഞ്ജുനക്ക് മനസ്സിലായി. നഞ്ജുനക്ക് മനസ്സിലായിരുന്നു. നഞ്ജുൻ പറയാൻ തുടങ്ങിയിടാ എനിക്ക് കുറച്ച് ഡൗട്ട് വരാം. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു നഞ്ജുന് ഇന്ത്യനെ കൊറിയക്ക് പോകുന്നത്. ആ പെണ്ണിനെ ഹീറോയിൻ പ്ലാൻ ചെയ്ത് കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെ BTS മെമ്പർ എല്ലാവരും കൊറിയക്ക് പോയി. അങ്ങനെ BTS മെമ്പർ പറയാൻ തുടങ്ങി നഞ്ജുനക്ക് ഒന്നും മനസ്സിലായി. അപ്പോൾ അതും ഇത്ര മനസ്സിലാവുന്നുണ്ട്. അത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നെ പറഞ്ഞു. അവിടെ ഒരു ബോയ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ബോയ്. ശരി ഓക്കെ. അവിടെ ഒരു ഇന്ത്യൻ ബോയ് ഉണ്ടായിരുന്നു. മാം അതിന് പറഞ്ഞായിരുന്നു ഒരു ഗേൾ മാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഗേൾ തിരിഞ്ഞായിരുന്നു. മാഡം എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. നിങ്ങൾ ഏത് ലാംഗ്വേജ്? ഹിന്ദിയാണോ? ഓ ഇന്ത്യ. അവിടെ മലയാളം അറിയുന്നവർ ആരുമില്ലേ? ഉണ്ട് മലയാളം അറിയുന്നതുണ്ട്. ശരി ഓക്കെ. എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഒന്ന് വേണം. ശരി ഓക്കെ ഞാൻ കൊണ്ടുവരാം എന്ന് വിളിച്ചിട്ട് അർജുൻ എന്ന ഒരു ബോയിനെ വിളിച്ചിട്ടുണ്ടെന്ന്. അർജുൻ ഇവർക്ക് ട്രാൻസ്ഫർ ആയിട്ട് പറയണോ? ഓക്കെ അങ്ങനെ പറഞ്ഞു. അർജുൻ ഫുൾ വീഡിയോ കേട്ടു. സാർ ഇതാണ് സംഭവം സാർ, നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി അർജുനോട് പറഞ്ഞു പറയാൻ വേണ്ടെന്ന്. അർജുൻ ഓക്കെ ഞാൻ പറയാലോ എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് വന്നു. അർജുൻ ഈ വോയിസ് വീഡിയോ എന്ന് പറഞ്ഞാൽ അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. അർജുൻ അവിടെ നിന്ന് പോയായിരുന്നു. ശരി ഓക്കെ ഇവരെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അർജുനക്ക് ഒരു കോൾ വന്നായിരുന്നു. ഹലോ എവിടെ ഉള്ളത് നീ വീട്ടിലേക്ക് ഒന്നും വരാൻ പോകുന്നില്ല? ഇല്ല എടി ഞാൻ വീട്ടിലേക്ക് വരില്ല. നീ അവിടെ നിന്ന് വല്ല ആളാക്കിയിട്ട് ഞാൻ ഇതെന്ത് പറഞ്ഞിട്ട് എടുക്കാൻ. ചേട്ടാ ശരി നീ മാഫിയ കുഞ്ഞെ എനിക്ക് എന്ത് ചെയ്യണടി എന്ന് പറഞ്ഞായിരുന്നു. ചേട്ടാ നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല അമ്മേനോട് പറയണ. അയ്യോ ഇവളെ തൊല്ല. ശരിടി ഞാൻ വരാം എന്ന് പറഞ്ഞ് അർജുൻ അവിടുന്ന് പോയായിരുന്നു. ഇവളൊരു തൊല്ല. ഫോൺ എടുത്ത് വെച്ച് ആ ഫോട്ടോത്തിലാണ് ഹീറോയുണ്ട്. അതെ അർജുൻ പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടനാണ്. അർജുനക്ക് ഈ മാഫിയ മേലെ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ സ്വന്തം ബിസിനസ് ചെയ്യാൻ ഒരു ആസക്തിയിൽ അവിടുന്ന് പോയി. ഇവിടെ ടോർച്ച് ശരിക്കും കഴിയില്ലാന്ന്. എന്നിട്ട് ഹീറോയ്ക്ക് കോൾ വന്നിരുന്നു. ഹലോ മാം അവൾ വീണ്ടും ഇറങ്ങി. അവളിപ്പോൾ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അയ്യോ ഇപ്പോൾ എന്താ ചെയ്യുക? മാരേജ് പ്ലാൻ മാം. ഇപ്പോൾ എന്താ ചെയ്യുക? രക്ഷിക്കും വേറെ വഴിയില്ല. അർജുനക്ക് കോൾ ചെയ്തിട്ട് നിർത്തുന്ന കാര്യം പറഞ്ഞു. അർജുനക്ക് ഷോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാം.